സിനിമയും രാഷ്ട്രീയവും ഇഴചേർന്ന തമിഴകത്തിന്റെ രാഷ്ട്രീയ ഭൂമിയിലേക്ക് മാസായാണ് വിജയ് തമിഴക വെട്രിക്കഴകം TVK എന്ന പാർട്ടിയുമായി വന്നത്. സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്കും തിരിച്ചുമുള്ള വരവും പോക്കും എക്കാലത്തും തമിഴ് രാഷ്ട്രീയത്തിലെ പ്രഹേളികയാണ്. വിജയുടെ സിനിമകൾ രാഷ്ട്രീയം പറഞ്ഞു തുടങ്ങിയത് മുതൽ അദ്ദേഹത്തിന്റെ ലൈൻ ഏറെക്കുറെ പിടികിട്ടിയിരുന്നു. അതിനിടെ വിജയ് തനിക്ക് വേണ്ടിയുള്ള നിലമൊരുക്കുകയായിരുന്നു. ഫാൻസ് അസോസിയേഷനുകളെ പതിയെ രാഷ്ട്രീയ പാർട്ടികളായി പരുവപ്പെടുത്തിയെടുത്തും കൂടിക്കാഴ്ചകൾ നടത്തിയുമൊക്കെ രാഷ്ട്രീയത്തിലേക്ക് ചുവടുവച്ചു. ഒടുവിൽ 2024 TVK പിറന്നു. ആൾക്കൂട്ടങ്ങളെ കൂട്ടി രാഷ്ട്രീയം പറഞ്ഞ് 2026 നിയമസഭാ തിരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങാൻ തയ്യാറെടുക്കവെയാണ് കരൂർ ദുരന്തം. 1.5 വയസ്സുകാരന്റേതുൾപ്പെടെ 40 പേരുടെ ജീവനെടുത്ത ദുരന്തം ഹതാരത്തിന്റെ പ്രഭയ്ക്ക് തന്നെ മങ്ങലേൽപ്പിച്ചുവെന്ന വിലയിരുത്തലാണ് ഉയരുന്നത്. അപകടം സംഭവിച്ചതിനു പിന്നാലെ വിജയ് ചെന്നൈയിലേക്ക് പറന്നത് വിമർശനങ്ങളുടെ മൂർച്ച കൂട്ടി. ദുരന്തമുഖത്ത് നിന്ന് നിമിഷ നേരം കൊണ്ട് ചെന്നൈയിലേക്ക് പോയ വിജയിയെ മണിക്കൂറുകൾക്കകം ചെന്നൈയിൽ നിന്ന് കരൂരിലെത്തിയ മുഖ്യമന്ത്രി സ്റ്റാലിനെയും ജനങ്ങൾ വിലയിരുത്തും. പതിയെ തുടങ്ങി കൊടുങ്കാറ്റായി ആഞ്ഞു വീശാനുള്ള താരത്തിന്റെ ശ്രമങ്ങൾക്ക് ബ്രേക്കിടാനായി. അടുത്ത തിരഞ്ഞെടുപ്പിന് 8 മാസം മാത്രം ബാക്കി നിൽക്കെ വിജയിയെ തളയ്ക്കാൻ DMKയ്ക്ക് സുവർണാവസരം. വിജയ്ക്കെതിരെ പ്രതിഷേധം സുരക്ഷ കൂട്ടി. വിജയുടെ വീടിനു മുന്നിൽ തമിഴ്നാട് വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടന്നു. കൊലയാളിയെ പുറത്തുവ എന്ന മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു പ്രതിഷേധം. വീടിനുള്ളിൽ ഒളിക്കരുതെന്നും പ്രതിഷേധകർ വിജയെ ലക്ഷ്യം വെച്ച് മുദ്രാവാക്യം ഉയർത്തി. അതേസമയം വിജയുടെ വീടിന് സുരക്ഷ ശക്തമാക്കാൻ കേന്ദ്രസേനയുടെ ഒരു സംഘം കൂടി ഇന്നലെ എത്തി. ഇതിനു പുറമെ TVK നേതാക്കൾക്കും സുരക്ഷ ഒരുക്കാൻ സർക്കാർ പോലീസ് നിർദ്ദേശം നൽകി. ജനങ്ങളുടെ പ്രതിഷേധം കാരണം ഉണ്ടാകുന്ന അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാനാണ് നിർദ്ദേശമെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു.